അല്ല, ഞാൻ അറിയാൻ വേണ്ടി കേട്ടെ, ഈ കളിയൊക്കെ അപ്പൊ എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു DC? പ്രത്യേകിച്ച് നമ്മൾ അക്ഷർ പട്ടേലൊക്കെ ഇന്നലെ ഫോം ആയത് കണ്ട. അക്ഷർ പട്ടേലും ഡേവിഡ് മില്ലറും അശുതോഷ് ശർമ്മയും, അത് കൂടാണ്ട് മാധവ് തിവാരി എന്ന് പറഞ്ഞൊരു ബോളർ പ്ലസ് ബാറ്റ്സ്മാൻ രണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരാള്. ഗംഭീരം. ഞാൻ അതാ വിചാരിച്ചു, ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം? എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്? ശരിക്കും DC എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന KL രാഹുൽ മാത്രമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള മാച്ചസ് നോക്കിക്കഴിഞ്ഞാൽ KL രാഹുൽ, സ്റ്റെപ്സ്, അശുതോഷ് ശർമ്മ കഴിഞ്ഞ വർഷം തൊട്ടിട്ടുണ്ട്. ഈവൻ കൂടിപ്പോയാൽ നമ്മുടെ ഡേവിഡ് മില്ലർ ഒക്കെ ഒരു മാച്ചിലൊക്കെ ജയിപ്പിക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ അതിൽ പറ്റിയില്ല. പിന്നെ ഒരു മാച്ചിൽ ജയിപ്പിക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാലും ബട്ട് സ്റ്റിൽ എവിടെയായിരുന്നു? എന്തായിരുന്നു ഇത്രയും കാലം ഇത്ര ഫോമിലോട്ടൊന്നും വരാഞ്ഞേ? ഏകദേശം ഒരു മാച്ചൊക്കെ കഴിയാനാകുമ്പോഴേക്ക് ടേബിളിൽ ഏകദേശം താഴെ വന്നൊന്ന് തീരുന്നൊരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് DCയുടെ ഫോം ഒക്കെ തിരിച്ചു വരുന്നത്. ഗംഭീര വിജയം, അതും മൈറ്റി PBKസിന്റെ കൂടെ. മൈറ്റി എന്ന് തന്നെ പറയാം, കാരണം ഈ സീസണിൽ ഫസ്റ്റത്തെ 7 മാച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാച്ച് പോലും തോക്കാത്തൊരു ടീമായിരുന്നു. അതിനുശേഷമുള്ള 4 മാച്ചാണ് ഇപ്പൊ കണ്ടിന്യൂസ് ലോസ് ആയേക്കണേ. ഇവൻ DCയുടെ കൂടെ കളിക്കുന്നതിന് മുന്നേ 3 മാച്ച് മാത്രമേ ലോസ് ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് അവരൊരു വലിയ ടീം തന്നെയാണ്. ഇവൻ DC ആണെങ്കിൽ കുറെ മാച്ച് തോറ്റുകൊണ്ടാണ് വരുന്നത്. ഇന്നലത്തെ മാച്ചിൽ ഉണ്ടായ ഒരു ഡോമിനൻസ് DCയുടെ ഭാഗത്തുനിന്ന് അത് ഗംഭീരായിരുന്നു. പഞ്ചാബിന് ഒരു സ്ഥലത്ത് പോലും മേലോട്ട് കയറാൻ വിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇന്നലെ DC ചെയ്തത്. കാരണം ബോളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും രണ്ട് സ്ഥലത്ത്, ഇപ്പൊ ബോളിങ്ങിൽ കുറച്ചൊക്കെ വിട്ട് കൊടുത്തെങ്കിലും പക്ഷെ വലിയൊരു സ്കോറിനെ പോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതിനെ 210 ഒതുക്കാൻ പറ്റിയതും DC ബൗളേഴ്സിന്റെ കഴിവ് തന്നെയാണ്. അതേപോലെ തന്നെ ചേസ് ചെയ്ത സമയത്താണെങ്കിലും 6 ബോൾ ബാക്കി നിൽക്കെ 3 വിക്കറ്റിന് DC ജയിക്കുകയാണ്. ആൻഡ് പഞ്ചാബിന് എന്താണ് സംഭവിക്കുന്നത്? ഇത്രയും മാച്ചസ് ഒക്കെ ജയിച്ചു വന്നിട്ട് ഓൾമോസ്റ്റ് ടോപ്പിൽ നിന്നൊരു ടീം ഇപ്പം സ്ഥാനം എന്ന് പറയുന്നത് ഏകദേശം 4ാമതാണ്. അതിന്റെ താഴെ ഇപ്പം CSKയും RR ഒക്കെ വെയിറ്റ് ചെയ്യാണ്. ഏത് സമയം വേണമെങ്കിലും മേലോട്ട് കയറി പോവാം. ഓൾമോസ്റ്റ് പ്ലേ ഓഫ് താഴോട്ട് വരാൻ സാധ്യതയുള്ള ഒരു ടീമാണ് ഇപ്പൊ പഞ്ചാബ്. അങ്ങനെ വേണം പറയാൻ വേണ്ടി. നല്ല ശരിക്കും ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിന്റെ ബാറ്റിംഗ് പൊളിയായിരുന്നു. കാരണം പവർ പ്ലേ ഒക്കെ ഗംഭീരമായിട്ട് കളിച്ച് വിക്കറ്റ് ഒന്നും പോവാണ്ട് ഏകദേശം 7ാമത്തെ ഓവർ ചെയ്യാനാവുന്ന ഒരു ബോൾ ബാക്കി നിൽക്കുകയാണ് ഫസ്റ്റത്തെ വിക്കറ്റ് പോകുന്നത്. ആ സമയത്തും 78 റൺസ് ഉണ്ട് ടീം. പ്രഭ്സിമ്രാനാണ് അവിടെ ഔട്ടായത്. പ്രഭ്സിമ്രാൻ ഇന്നലെ വീശുന്നുണ്ടായിരുന്നു, പക്ഷെ കൊള്ളുന്നത് കുറവായിരുന്നു. അതായിരിക്കും ചിലപ്പോൾ ഔട്ടായതിന്റെ കാരണം. പക്ഷെ മറ്റേ സൈഡിൽ നിന്ന് പ്രിയാൻഷ് ആര്യ വെടിക്കെട്ട് തന്നെയായിരുന്നു. നല്ല അടി അടിച്ചിട്ടുണ്ടായിരുന്നു. 33 ബോളിൽ 56 റൺസാണ് ആൾ എടുത്തത്. ശരിക്കും 2 4-ഉം 6 6 അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ 33 എന്നുള്ള സംഭവം ആദ്യം അടിച്ചത് അങ്ങനെ ആയിരുന്നില്ല. 20 സംതിങ് ആകുമ്പോഴേക്ക് തന്നെ ആൾ 50 ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആയതാണ്. പക്ഷെ എന്നാലും ആൾക്ക് ഒരു സമയം എത്തിയപ്പോൾ പിടിച്ചേക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഇറങ്ങി നമ്മുടെ ശ്രേയസ് അയ്യർ ക്യാപ്റ്റനും അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ കൂപ്പർ കോൺലിയും രണ്ടുപേരും കൂടി വന്നപ്പോൾ തൊട്ട് എഗെയിൻ കളി പഞ്ചാബിന്റെ കയ്യിൽ തന്നെ പോകുമായിരുന്നു. അവര് ആ ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു 17 ഓവർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കൂപ്പർ കോൺലി ഔട്ട് ആവുന്നത്. ആ സമയം ആകുമ്പോഴേക്ക് ഏകദേശം 150 റൺസ് ആവും ചെയ്തായിരുന്നു. 27 ബോളിൽ 38 റൺസാണ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 4-ഉം 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ ക്യാപ്റ്റന്റെ നോക്ക് 36 ബോളിൽ 59 റൺസാണ് എടുത്തത്. അതും നോട്ട് ഔട്ട് ആണ്. 5 4-ഉം 3 6 അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റോയിനിസും ശശാങ്കും ഇന്നലെ നിരാശപ്പെടുത്തി. സ്റ്റോയിനിസ് പിന്നെയും ഇടയ്ക്ക് കളിക്കാറുണ്ട്. ശശാങ്ക് എന്നത്തെയും പോലെ നിരാശപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മളെ സൂര്യാൻ ഷെഡ്ഗെ അവസാനത്തോട്ട് വന്ന് നല്ലൊരു ഫിനിഷർ റോൾ ചെയ്തു. 8 ബോളിൽ 21 റൺസാണ് എടുത്തത്. 2 4-ഉം 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു.